ഹേ ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഡേ ഇൻ മൈ ലൈഫ്. അത് ഇൻസ്റ്റഗ്രാമിൽ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം യൂട്യൂബിലോട്ട് ഇടുകയാണ്. ഇത് ഏകദേശം 1.5 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ പോയ ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ്. ആ സമയത്ത് ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അന്ന് എടുത്തിട്ട് പിന്നെ എനിക്കത് എന്താ പറയുക, എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി കാരണം ഞാനത് എഡിറ്റ് ചെയ്തതുമില്ല, അത് അപ്ലോഡ് ചെയ്തതുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഗ്യാലറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വീഡിയോ ഇങ്ങനെ കിടക്കുന്നതെന്ന് കണ്ട്. എന്തായാലും അന്ന് ഞാൻ കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്, അപ്പോൾ പിന്നെ എന്തായാലും അപ്ലോഡ് ചെയ്തേക്കാമെന്ന് കരുതി. അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കാം. അന്നത്തിന് നല്ല കുട്ടിയായിരുന്നു കേട്ടോ. ഏകദേശം ഞാൻ ജിമ്മിൽ ഒരു 2 ആഴ്ച മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ജിമ്മിൽ പോയത്. പക്ഷെ സംഭവം നടന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 2 വീക്സ് മാത്രമായിരുന്നു ജിമ്മിൽ പോയത്. അപ്പോൾ ഈ അന്ന് രാവിലെ ഉറക്കമൊക്കെ എണീക്കുമായിരുന്നു. ഒരു 6 മണിയാകുമ്പോൾ ഉറക്കം എണീക്കും. 6:30 ആകുമ്പോൾ ഞാൻ ജിമ്മിൽ പോവും. ഏകദേശം 1.5-2 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന ഒരു 2 വീക്സ് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അത് കുറച്ച് നാളത്തേക്ക് നീണ്ടു നിന്നോളൂ. കാരണം ഞാൻ അവിടെ സ്വിമ്മിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എൻ്റെ ചെവിയിൽ കുറച്ച് വെള്ളം കയറി ഇൻഫെക്ഷനായിപ്പോയി. അപ്പോൾ അത് ഞാൻ ഡോക്ടറിനെ കാണിച്ചിട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് നാൾ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പോയതാണ്. പക്ഷേ ഒരാഴ്ചയോളം ഞാൻ റെസ്റ്റ് എടുത്ത്. ആ സമയത്ത് ഉത്സവങ്ങളുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെയും കൂടെ റെസ്റ്റും കൂടെ എടുത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കൂട്ടിയും ഇല്ലാമായി. പിന്നെ എനിക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥിതി അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് നിർത്തി. അതാണ് സംഭവിച്ചത്. പക്ഷേ ആ പോയ ദിവസങ്ങൾ എനിക്ക് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഉള്ള ആൾക്കാരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ജിമ്മിലുള്ള വന്ന 2-3 ഒരു ആൻറ്റി ഉണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരോട് സംസാരിക്കാൻ പറ്റി. പിന്നെ അവിടുത്തെ ഒരു ട്രെയിനറായാലും നല്ല സഹകരണമായിരുന്നു. ഒരു നല്ല രീതി പറഞ്ഞൊക്കെ തരുമായിരുന്നു. സോ എനിക്ക് എന്തുകൊണ്ടും പോയി വരാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ജിമ്മിൽ. അപ്പോൾ പിന്നെ പോകുന്ന വഴിയായാലും എനിക്കിഷ്ടം. ഈ മോർണിംഗ് പോകുമ്പോൾ എന്തോ ഒരു ഫീലായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ഈ 6 മണിക്കൊന്നും എണീച്ച് വർക്കൗട്ട് ചെയ്യാനോ ഒന്നും എനിക്കിഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ അന്ന് പോയി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ എനർജി, എന്തോ സന്തോഷമൊക്കെ ആയിരുന്നു. കാരണം ഭയങ്കര ആക്റ്റീവായിരുന്നു ഞാൻ ആ സമയത്ത്. എനിക്കിങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. അവിടെ ചെന്ന് വർക്കൗട്ട് ചെയ്തിട്ടൊക്കെ വരാൻ ഭയങ്കര എന്താ പറയുക, ഒരു ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളെല്ലാവരും ഈ ഇടയ്ക്കെങ്കിലും ഒരു വീട്ടിലിരുന്നായാലും 1 മണിക്കൂർ അല്ലെങ്കിൽ വേണ്ട ഒരു 1/2 മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഈ പറയുന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യാറില്ല, പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നതാണ്. കാരണം അന്ന് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരിതായിരുന്നു. ഇപ്പം ഞാൻ മടിച്ചായതുകൊണ്ടാണ് പ്രശ്നമായത്. സോ ഞാൻ എന്തായാലും ഇനി പതിയെ ഞാൻ മാറുന്നുണ്ട്. ഞാൻ കരുതുന്നുണ്ട് കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ വരണം. എന്താ പറയുക, വീഡിയോസ് നന്നായിട്ട് ഇടണം. അങ്ങനെ ജിമ്മിൽ പോയിട്ട് വന്നു. 8 ആയി എന്ന് പറഞ്ഞപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം ജോലി കയറാം, ജോലി കയറാം. ആ സമയത്ത് ഞാൻ കുറച്ച് ഹെൽത്തി ഫുഡൊക്കെ ആയിരുന്നു കഴിച്ചത്. ഓട്സ് തലേന്ന് നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് പഴവും ഡേറ്റ്സും ചിയാ സീഡൊക്കെ വെച്ചിട്ട് അങ്ങനെയായിരുന്നു കഴിച്ചിരുന്നത്. എന്നിട്ട് 9:30 ആകുമ്പോൾ ഞാൻ വർക്കിന് കയറും. 9 to 6 മണി വരെയാണ് നമുക്ക് വർക്ക് വരുന്നത്. എനിക്കിന്ന് ജോലി എന്ന് പറയുന്നത് വീഡിയോ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുള്ള സ്ക്രിപ്റ്റ് കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പഠിക്കണം. അത് കഴിഞ്ഞ് അത് വീഡിയോ ചെയ്ത് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്ന് എനിക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത വർക്ക് ഇത് ചെയ്ത് കഴിയുകയാണെങ്കിൽ അടുത്ത വർക്ക് തരുന്നതായിരിക്കും. അപ്പം അങ്ങനെയാണ് നമുക്ക്. സോ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതണം. സ്ക്രിപ്റ്റ് റിലേറ്റഡ് ഇത് പഠിക്കണം. പഠിച്ചിട്ട് വേണം നമുക്കിത് വീഡിയോ എടുക്കാൻ. സോ പഠിക്കാം. ഒരുങ്ങിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ടോപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, പാൻറ് ശ്രദ്ധിക്കാൻ വേണ്ട. കാരണം ഇതിൻ്റെ പാൻറ്റൊന്നുമല്ല ഞാൻ ഇട്ടേക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭാഗമല്ലേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രസ്സ് പോലും മാറ്റാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് മാറ്റിയതൊന്നുമില്ല. പാൻറ്റൊക്കെ അത് തന്നെ പഴയ വീട്ടിലിരുന്ന പാൻറ് തന്നെ ഇട്ടു. ആൻഡ് ടോപ്പ് മാത്രം നമ്മൾ ആ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ ഫേസിൻ്റെ ഒരു ഇത് ഇത്രയല്ലേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോസ് എടുക്കാനുള്ള സെറ്റപ്പും ലൈറ്റും ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അവർക്ക് അയച്ചു കൊടുത്താൽ മതി. പിന്നെ അവരത് എഡിറ്റ് ചെയ്ത് ഇട്ടോളും. അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അത് അയച്ചു കൊടുക്കും. അതിനിടെ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ ഉപ്പിലല്ല മുളകൊക്കെ ഇട്ടിട്ടുള്ളത് കഴിച്ചായിരുന്നു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് അടുത്ത കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ അതിനുശേഷം ഒരിക്കൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഞാൻ പൊതുവേ ഡ്രസ്സ് മാറത്തില്ല. അതായത് വർക്കെല്ലാം നമ്മൾ അയച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാണെങ്കിൽ ആ ഡ്രസ്സിൽ തന്നെ വീണ്ടും എടുക്കാമല്ലോ എന്നിട്ട് ഞാൻ അതിൽ തന്നെ ഇട്ടേക്കും. പിന്നെ കുറച്ച് മീഷോന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാനതെല്ലാം നമുക്ക് ടാഗ് ചെയ്തോ എന്തെങ്കിലും നമ്മൾ ചെയ്യാം കേട്ടോ. കുറച്ച് നല്ല പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ആ ഒരു ജോലി തിരക്കിൽ പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ജോലിയിൽ കയറി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ചായ കൂടിയില്ല, സോറി കിട്ടുക. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും പിന്നെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, അതും കംപ്ലീറ്റ് ചെയ്തിട്ട് കുളിച്ച് ഇതായിപ്പോൾ വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഞാനൊരു വ്ളോഗ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതെന്തുമായിരുന്നു, സോറി ഗൈസ്, എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വേണ്ട. വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് പകുതിക്ക് വെച്ച് ഞാൻ മറന്നു ഇത് ഇന്ന് വ്ളോഗ് ഉണ്ടെന്നോ കാര്യമുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇപ്പോൾ ടൈം 7:30 ആയിട്ടുണ്ട്. ഞാൻ കുളിച്ചു റെഡിയായി. എവിടെ പോകാനല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കാൻ. ഇനി ഏതെങ്കിലും സിനിമ ഇരുന്ന് കാണാം. കഴിക്കുന്ന ഇന്ന് നൈറ്റ് ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഒരു മുട്ട പുഴുങ്ങിയതും ഒരു പഴമായിരിക്കും കഴിക്കുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്യും, ജസ്റ്റ് ഫോണിൽ ഏതെങ്കിലും മൂവി കാണും, കിടന്നുറങ്ങും. ഇതാണ് എൻ്റെ പരിപാടി. അടുത്ത വീഡിയോ ഞാൻ ഇനി ബാക്കി വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ മടിയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കാം. ശരി, അപ്പം